അപ്പോൾ എന്നൊരു വർക്കിംഗ് ഡേ കണ്ടാലോ? രാവിലെ തന്നെ തല ഒന്ന് മുട്ടിയിട്ടാണ് തുടങ്ങുന്നത്. പണികളിലേക്ക് കടന്നാലോ? ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. ശനിയും ഞായറും ആണല്ലോ നമ്മളെപ്പോലുള്ളവർക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാനുള്ള ടൈം കിട്ടുക. അപ്പോൾ ഞാൻ ഇന്നൊരു 7:30 7:45 എണീച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 8:45 നമുക്ക് ഇറങ്ങും വേണം. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഓരോന്ന് എടുക്കാൻ മറക്കും. അപ്പോൾ ഒന്ന് മുകളിലേക്ക് പോകും, ഒന്ന് താഴത്തേക്ക് വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് ഒരു സെറം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കമ്മലിടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനത് അതുപോലെ തന്നെ അവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. ടൈം ആയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റോട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്, ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഓഫീസിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഉച്ചയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ ഫുഡിന് ഉണ്ടായിരുന്നത് പച്ചക്കറിയാണ്. പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വൈകിട്ട് എത്തിയപ്പോൾ ഞാൻ നോക്കുന്നത് എന്താണെന്നറിയോ, എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന്. അപ്പോൾ ഇന്ന് അവിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ വന്നാൽ ചോറാണ് കഴിക്കാറ്. ഈ ചോറ് കഴിച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് അവലുള്ളത് കൊണ്ട് അവൽ കഴിച്ചിട്ടാണ്. പിന്നെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ലില്ലൂസിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക, അവനെ പഠിപ്പിക്കുക, അവനെ എഴുതിപ്പിക്കുക. അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കുറേ നേരം ഇരിക്കണം ഒന്ന് എഴുതി കിട്ടാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് വൈകുന്നേരം വന്നാലുള്ള പരിപാടി. ഇനി വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ. അപ്പോൾ ഓക്കെ, ബൈ.